ഹലോ ഗൈസ്, അപ്പോൾ ദാ വളരെ ഈസി ആയിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തേക്ക് ലഞ്ചിന് പ്രിപ്പയർ ചെയ്ത മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. ഇതിൽ തേങ്ങയൊന്നും അരച്ച് ചേർത്തിട്ടില്ല, വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാം. അതുപോലെ തന്നെയാണ് കേട്ടോ ഇത് വെള്ളരിക്ക പച്ചടിയാണിത്. അപ്പോൾ നമ്മൾ മാമ്പഴ പുളിശ്ശേരിയിൽ അതൊന്ന് ലൂസാക്കാൻ വേണ്ടി വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മുടെ സവാളയും ഇഞ്ചിയും നമ്മുടെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്ത് വെള്ളരിക്ക ചെറുതായി അരിഞ്ഞത് നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റി കേട്ടോ. നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ വഴറ്റി, എന്നിട്ട് അതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തു. നല്ല കട്ട തൈര് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളതിലേക്ക് എന്താ പറയുക, കടുക് പൊട്ടിച്ച് ചേർക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇതിൽ നമ്മൾ തേങ്ങ അരച്ച് ഒന്നും ചേർത്തിട്ടില്ല. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇതുപോലെ തന്നെയാണ് കേട്ടോ ടേസ്റ്റ്, ഒരു വ്യത്യാസവും ഇല്ല. തേങ്ങ അരച്ചില്ല എന്ന് വെച്ചിട്ട് അതിൽ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അടിപൊളിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ നൈറ്റ് ഷിഫ്റ്റും കഴിഞ്ഞ് രാവിലെ എത്തുന്നത് തന്നെ ഒരു 6:30 7 o'clock അടുത്താണ് കേട്ടോ. പിന്നെ എനിക്ക് തേങ്ങ ചുരണ്ടാനോ അരയ്ക്കാനോ ഉള്ള ഒരു എന്താ പറയുക, ഒരു ആവത് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈസി റെസിപ്പീസാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്യുന്നത്. പിന്നെ സാറ്റർഡേ സൺഡേ ഒക്കെ നമ്മൾ ആർഭാണമായിട്ട് തേങ്ങയൊക്കെ ഇട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കും. അല്ലാത്ത ദിവസം നമ്മളിതുപോലെ സിമ്പിളായിട്ടുള്ള കറികളാണ് കേട്ടോ വയ്ക്കുക. പിന്നെ ഞാൻ എന്താ സൺഡേ കൊഴുവയൊക്കെ നന്നാക്കി വെച്ചിരുന്നു, അതുകൊണ്ട് അതെടുത്ത് മുളകൊക്കെ പുരട്ടി എടുത്ത് വറുത്തു. അപ്പോൾ നമ്മുടെ ലഞ്ചിന് നമ്മൾ മാമ്പഴ പുളിശ്ശേരിയും വെള്ളരിക്ക പച്ചടിയും പിന്നെ കൊഴുവ വറുത്തതുമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, തേങ്ങയില്ലാത്ത പുളിശ്ശേരി. അപ്പോൾ താങ്ക് യു.